ഇന്നത്തെ നമ്മുടെ അതിഥി അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നത്, നമ്മുടെ ഹലോ മലയാളത്തിലേക്ക് വരുന്നത്. 54 വർഷത്തെ പൊതുപ്രവർത്തനം, KSU പ്രവർത്തകനായി തുടക്കം, കഴിഞ്ഞ 19 വർഷമായിട്ട് INTUC കേരള അധ്യക്ഷനാണ്. മറ്റാരുമല്ല, INTUC അധ്യക്ഷനായ ശ്രീ R ചന്ദ്രശേഖരനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ശ്രീ R ചന്ദ്രശേഖരൻ, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു തന്നെയാണോ എത്തിയേ? പിന്നെ തീർച്ചയായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ മരുന്നൊക്കെ കഴിക്കണമല്ലോ. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. ശ്രീ R ചന്ദ്രശേഖരൻ, നമ്മളിനി വാർത്തകളിലേക്കും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വലിയൊരു സമരം അല്ലെങ്കിൽ ഒരു ദേശീയ പണിമുടക്ക് അത് രാജ്യത്തെ തൊഴിലാളികൾ ഏറ്റെടുത്തു. അതിൻ്റെ ആദ്യപടി അത് വിജയമായിരുന്നു. തുടർ നീക്കങ്ങളൊക്കെ എന്താണ്? അല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായി 12 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും വലിയ പ്രക്ഷോഭത്തിലാണ്. ഇങ്ങനെയൊരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാകുമെന്ന് ഒരു കാലത്തും ആരും പ്രതീക്ഷിച്ചതല്ല. തൊഴിലാളി വേണ്ടാത്ത, കർഷകരെ വേണ്ടാത്ത ഒരു വല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ രാജ്യം ഇന്ന് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളാകെ അസ്വസ്ഥരും ആവലാതിക്കാരും പരാതിക്കാരുമായി മാറുന്ന സ്ഥിതിയാണ്. ഓക്കെ, ശ്രീ ചന്ദ്രശേഖരൻ, പ്രക്ഷോഭം തുടരുക തന്നെ ചെയ്യും. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് കാലമാണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് അങ്ങ് INTUC പ്രസിഡന്റാണ്. തൊഴിലാളി സംഘടനയെ ഇത്തവണയെങ്കിലും പാർട്ടി പരിഗണിക്കുമോ? അങ്ങനെ കരുതുന്നുണ്ടോ? അല്ലേ, നമ്മളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ രംഗത്ത് വരുന്നതോ അല്ലെങ്കിൽ തൊഴിലാളി പ്രവർത്തന രംഗത്ത് വരുന്നതോ ഏതെങ്കിലും ഒരു സ്ഥാനമാനങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് ടാർഗറ്റ് ചെയ്ത് വരുന്നവരല്ല. പിന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ രംഗത്ത് INTUC സംസ്ഥാന പ്രസിഡന്റായിരുന്നു ശ്രീ K കരുണാകരൻ, ശ്രീ BK നായർ, ശ്രീ CM സ്റ്റീഫൻ, അതുപോലെ തന്നെ ശ്രീ VP മരക്കാർ, അങ്ങനെ സുരേഷ് ബാബു അടക്കമുള്ളവർ, അവരൊക്കെ ഈ തൊഴിലാളി പ്രവർത്തന രംഗത്ത് സജീവമായി വരികയും നിരവധി സ്ഥാനമാനങ്ങളിലേക്ക് ജനപ്രതിനിധികളായി ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണല്ലോ. ശ്രീ ചന്ദ്രശേഖരൻ, ഞാൻ അതിലേക്ക് വരാം. ഇപ്പം അങ്ങ് പറഞ്ഞ പോലെ തന്നെ INTUC കേരളയ്ക്ക് K കരുണാകരൻ, അങ്ങ് പറഞ്ഞ പോലെ CM സ്റ്റീഫൻ അടക്കം ഇതുവരെ 6 അധ്യക്ഷന്മാർ, ഇതിൽ 5 പേരും മത്സരിച്ചവരാണ്. INTUC സംസ്ഥാന അധ്യക്ഷന് സീറ്റ് നൽകുമെന്ന കീഴ്വഴക്കം 19 കൊല്ലമായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. ഇപ്പം INTUC കേരളത്തിൽ 17 ലക്ഷം അംഗങ്ങളുണ്ട്. 2 കുടുംബങ്ങളെ കൂട്ടിയാൽ തന്നെ 52 ലക്ഷം വോട്ടാ. കേരളത്തിൽ UDF ഏറ്റവും മികച്ച വിജയം നേടിയപ്പോൾ കിട്ടിയത് 92 ലക്ഷം വോട്ടാണ്. യൂത്തിനും KSUവിനും ഒക്കെ സീറ്റ് നൽകുമ്പോൾ INTUC കൂടെ ഒരു പ്രാതിനിധ്യം വേണ്ട, ഒരു പ്രാധാന്യം കൊടുക്കണ്ടേ ശ്രീ ചന്ദ്രശേഖരൻ? അല്ലേ, ഈ പ്രായപൂർത്തി വോട്ടവകാശം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സ്വാഭാവികമായും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ തൊഴിലാളിയാകാൻ പറ്റൂ. 18 വയസ്സ് കഴിയാതെ തൊഴിലെടുക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും INTUC എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു തൊഴിലാളി സംഘടനയിൽ മെമ്പറാകുന്നവർ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ പ്രധാനപ്പെട്ട കണ്ണികളാണ്. അപ്പോൾ അത് പരിഗണിക്കുക എന്നുള്ളത് ആരുടെയും ഒരു കാത്തുനിന്ന് കിട്ടേണ്ടതല്ല, ഒരു ഔദാര്യമല്ല. പക്ഷേ അർഹതപ്പെട്ട അംഗീകാരം തൊഴിലാളി പ്രവർത്തകർക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്, ഒരു സംശയമില്ല. ഓക്കെ, ശ്രീ ചന്ദ്രശേഖരൻ, അങ്ങ് കൊല്ലത്ത് നിന്നുള്ള നേതാവാണ്. കൊല്ലം തൊഴിലാളികളുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ പോലും സാധാരണ പ്രവർത്തകരെ തഴയുന്നു, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഓരോ സന്ദർഭത്തിൽ വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ BK നായർ, CM സ്റ്റീഫൻ തുടങ്ങിയ നേതാക്കന്മാരൊക്കെ കൊല്ലത്ത് നിന്ന് രാഷ്ട്രീയ രംഗത്ത് മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ശ്രീകണ്ഠൻ നായരെ പോലെ, RS ഉണ്ണിയെപ്പോലെ, K പങ്കജേഷനെ പോലെ നിരവധി തൊഴിലാളി പ്രവർത്തകർ കൊല്ലത്ത് നിന്ന് ജനപ്രതിനിധികളായി മന്ത്രിമാരൊക്കെ ആയി പോയിട്ടുണ്ട്. അപ്പോൾ കൊല്ലം ഒരു തൊഴിലാളി പ്രവർത്തന മേഖല, പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും കൈത്തറി തൊഴിലാളികളുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട പരമ്പരാഗത വ്യവസായ തൊഴിൽ മേഖലയാണ് കൊല്ലം ജില്ല. അത് സ്വാഭാവികമായിട്ടും പ്ലാന്റേഷൻ അടക്കമുള്ള തൊഴിലാളികളുള്ള ഒരു ജില്ലയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ പരിഗണന പോകേണ്ടത് തൊഴിലാളി പ്രവർത്തകർക്ക് തന്നെയാണ്. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം ഈ പണിമുടക്കും ഹർത്താലും ഒക്കെ നടത്താത്ത പ്രതിപക്ഷമാണ് കേരളത്തിലേതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ
പണിമുടക്ക് പഴഞ്ചനായോ? അത് മാറ്റിപ്പിടിക്കേണ്ട ഒരു സമരമുറയാണോ? അല്ല, ഒരിക്കലും ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഈ ദേശീയ പണിമുടക്കിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചു, സർക്കുലർ ഇറക്കി, എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെയും അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് തന്നെ എല്ലാ പത്രസമ്മേളനങ്ങളിലും ഈ സമരത്തിന് അനുകൂലമായി അതിൻ്റെ ഡിമാൻഡുകളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്തു. പിന്നെ പണിമുടക്ക് കൊണ്ടുണ്ടാകുന്ന അസൗകര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവരതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരു മറ്റൊരു രീതിയിൽ ഞങ്ങൾ കാണുന്നില്ല. അത് സ്വാഭാവികമായിട്ടും ഈ പണിമുടക്കിനെ പിന്തുണച്ചുകൊണ്ട് പാർട്ടി നിലപാടെടുക്കുന്ന സന്ദർഭങ്ങൾ വളരെ അപൂർവമാണ്. ഈ പ്രാവശ്യം അത് AICC തന്നെ സർക്കുലർ ഇറക്കുകയും അതിനെ തുടർന്ന് പാർട്ടി KPCC പ്രസിഡന്റ് തന്നെ എല്ലാ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളെ അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു ജനങ്ങൾക്ക് ഒരു സമരം, ഏത് സമരം ഉണ്ടായാലും ശരി, അത് ആ സമരങ്ങളിൽ ജനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം പ്രതിഷേധത്തിൽ കൂടി, സമരങ്ങളിൽ കൂടി, ശക്തമായ പ്രക്ഷോഭങ്ങളിൽ കൂടിയൊക്കെയാണ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യം രൂപപ്പെട്ടത് എന്നുള്ളത് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പണിമുടക്ക് വരുമ്പോൾ എന്തിനാണ് ഈ പണിമുടക്ക്, എന്തിനാണ് ഈ ആളുകളെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ടാകാം. അതൊരു ന്യൂ ജനറേഷൻ പ്രോബ്ലമാണ്. അതൊന്നും പക്ഷേ അടിസ്ഥാനപരമായി അവകാശ പോരാട്ടങ്ങളിൽ തൊഴിലാളികൾ നേടിയെടുത്തിട്ടുള്ള നേട്ടങ്ങൾ, കർഷകരുടെ നേട്ടങ്ങൾ, ഒരു വർഷം നീണ്ട സമരങ്ങൾ, ഇതൊക്കെ നമുക്ക് ജനങ്ങൾ എന്ന് പറയുന്നത് തൊഴിലാളികളും ജനങ്ങളും എല്ലാം ഒന്നാണല്ലോ. അത് കുറച്ചൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു യഥാർത്ഥ ചിത്രം. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം കോൺഗ്രസിൽ KSU നേതാവാകാൻ വഴിയാണ് യൂത്ത് കോൺഗ്രസ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് മറ്റൊരു വഴിയാണ്. INTUC ഒരു തൊഴിലാളി സംഘടന ആയി മാത്രം നിൽക്കുകയുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ ഒരു പരിഗണന കുറവ് INTUCക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് എന്താ, ഈ കാലഘട്ടത്തിൽ പുതിയതായി കടന്നു വന്നിട്ടുള്ള നേതാക്കൾ, ഞങ്ങൾക്ക് INTUCയെ സംബന്ധിച്ച് എനിക്ക് 10-50 വർഷത്തിലേറെയായിട്ടുള്ള നല്ല പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ഒരു ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവും പ്രധാനമന്ത്രിയും ഒക്കെ ലോക പ്രശസ്തിയായി നിൽക്കുന്ന സമയത്ത് INTUC എന്ന് പറഞ്ഞ സംഘടനയുടെ ദേശീയ സമ്മേളനം ഇന്ദിരാഗാന്ധി മാത്രമേ ഉദ്ഘാടനം ചെയ്യൂ. അത്രമാത്രം ജാഗ്രത INTUC പ്രസ്ഥാനത്തിന് കൊടുത്തിട്ടുള്ള നേതാവായിരുന്നു ശ്രീമതി ഇന്ദിരാഗാന്ധി. കേരളത്തിലാണെങ്കിൽ INTUCയുടെ സ്ഥാപക നേതാവ് തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവുകയും 4 പ്രാവശ്യം മുഖ്യമന്ത്രിയായ K. കരുണാകരൻ. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ കൂടി കടന്നു വന്നിട്ടുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന കാലം വരുമ്പോൾ INTUC പോലുള്ള സംഘടനയിൽ തൊഴിലാളികൾ എന്ന് പറയുന്ന സംഘടനയ്ക്ക്, അതിൻ്റെ ഒരു സംവിധാനത്തിന് എത്രമാത്രമാണ് ജാഗ്രത കൊടുക്കേണ്ടത് എന്ന് ചില ഡയലൂഷൻസ് ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. അതിപ്പം നമ്മൾ സ്വാഭാവികമായി വരുന്നത് മനസ്സിലാക്കാൻ ബാധ്യസ്ഥരാണല്ലോ. പക്ഷേ വോട്ട് എന്ന് പറയുന്നത്, പ്രായപൂർത്തി വോട്ടവകാശത്തിൽ തൊഴിലാളിക്കും കുടുംബാംഗങ്ങൾക്കുമുള്ള വോട്ട് ഒരു പാർട്ടിക്കും ഒരു വ്യക്തിക്കും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അത് യാഥാർത്ഥ്യമാണ്. അതിലേക്ക് തിരിച്ചു പോകണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നിർബന്ധമായി അഭിപ്രായപ്പെടുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. മനസ്സിലായി. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം INTUC കോൺഗ്രസിന്റെ പോഷക സംഘടന അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. INTUCക്ക് ഇതിൽ ഒരു മറുപടി ഉണ്ടോ? കോൺഗ്രസ് തന്നെയാണോ മാതൃസംഘടന? അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇപ്പം ഇന്ത്യയിലെ തൊഴിലാളി പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ 1920 AITCക്ക് രൂപം കൊടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. മഹാത്മാഗാന്ധി പോലും മുൻകൈ എടുത്തിട്ടാണ്. അത് ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ സ്വൈരമായി രാജ്യത്ത് നടക്കുകയും കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലുകളിൽ അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ AITC ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒപ്പം ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു കൊണ്ടുപോയതാണ്. അതിനുശേഷം 1947 മെയ് മാസത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻകൈയെടുത്ത് മഹാത്മാഗാന്ധി നേതൃത്വം കൊടുത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നേതൃത്വം കൊടുത്ത് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത് കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സൃഷ്ടിയാണ് INTUC എന്നുള്ളത് ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. പക്ഷേ അതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കണമെന്ന് മഹാത്മാഗാന്ധി തീരുമാനിച്ചതെന്ന് പറഞ്ഞാൽ, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമാണ്. അതിനകത്ത് പണക്കാരുണ്ട്, മുതലാളിമാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊഴിലാളികളുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടിയിലെ ചർച്ചകൾ വഴിമുട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പ്രത്യേകമായി സ്വതന്ത്രമായി നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചത്. പക്ഷേ കാലക്രമേണ
INTUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത പോഷക സംഘടനയാണെന്ന് AICC തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള 5 സംഘടനകൾ. ഒന്ന് INTUC ആണ്, പോഷക സംഘടന തന്നെ. മാത്രമല്ല, ഞങ്ങളുടെ 29ാം പ്ലീനറി സമ്മേളനം കേരളത്തിൽ നടക്കുമ്പോൾ ശ്രീമതി സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്ന സമ്മേളനം അവിചാരിതമായി അവർക്ക് എത്താൻ കഴിയാത്തതുകൊണ്ട് അവർ അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന പ്രണബ് കുമാർ മുഖർജിക്ക് അദ്ദേഹം വഴി കൊടുത്തുവിട്ട സന്ദേശത്തിൽ INTUC ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് സോണിയാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് സർട്ടിഫൈ ചെയ്ത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പിന്നെ ആർക്കാ കൺഫ്യൂഷൻ? ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തൊഴിലാളി സമരങ്ങൾ നടന്നു. നമ്മുടെ സംസ്ഥാനത്ത് ആശാ സമരം ഒഴികെ തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച് വലിയ സമരങ്ങൾ അധികം കണ്ടിട്ടുമില്ല. അപ്പം നിലവിലെ തൊഴിൽ മന്ത്രി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു അഭിപ്രായമാണോ? അല്ലല്ലോ, ഒരിക്കലും അല്ല. ഈ ഗവൺമെന്റ് തൊഴിലാളി മേഖലയെ, പ്രത്യേകിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അസംഘടിത മേഖല, പല സ്ഥലത്തും വലിയ വീഴ്ചകളാണ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളത്. എല്ലാം ഈ INTUCയുടെ ഇപ്പം ഈ ആശാ സമരത്തിന് മാധ്യമങ്ങൾ കൊടുത്ത പ്രാധാന്യം, ആശാ സമരത്തിൻ്റെ ഡിമാൻഡ് എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ള ഡിമാൻഡ് INTUCക്ക് ഇല്ല. ആശാ പ്രവർത്തകരായാലും അംഗൻവാടി പ്രവർത്തകരായാലും സ്കൂൾ പാചക തൊഴിലാളികളായാലും സ്കീം വർക്കേഴ്സ്, കേന്ദ്ര ഗവൺമെൻറ് പദ്ധതികളുമായി ബന്ധപ്പെട്ട സ്കീം വർക്കേഴ്സ് ഏത് മേഖലയിലാണെങ്കിലും കൃത്യമായി സ്ഥിരമായി അൺഇൻ്ററപ്റ്റഡ് സർവീസ് 5 വർഷം കഴിഞ്ഞാൽ അവരെ ആ നാട്ടിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു സ്ഥിരം ജീവനക്കാരായി സ്ഥിരപ്പെടുത്തി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് INTUCയുടെ നിലപാട്. ഞങ്ങൾ ഹൈക്കോടതി പോയി, സുപ്രീം കോടതി വിധികളുണ്ട്, പല സംസ്ഥാന ഹൈക്കോടതികൾ വിധിയുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരള INTUC ആണ് ആശാ വർക്കർമാരെയും അംഗനവാടി ജീവനക്കാരെയും 5 വർഷം കഴിഞ്ഞവരെ സ്ഥിരപ്പെടുത്തണമെന്ന് കോടതി പോവുകയും കോടതി ഉത്തരവ് തരികയും ചെയ്യും. ഈ ആശാസമരം ഞങ്ങൾ അങ്ങനെയല്ല അതിനെ കാണുന്നത്. അവരാവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങളൊക്കെ ഇതിൽ ഇടപെട്ടത്. പക്ഷേ അവരുടെ ആവശ്യം അതൊരു മറ്റൊരു സമരം എന്നുള്ളതല്ലാണ്ട് നമുക്ക് സമരമല്ല, നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് INTUCയുടെ നിലപാട്. ഓക്കെ, ശ്രീ ചന്ദ്രശേഖരൻ, ഇപ്പം ഇടതുപക്ഷ നേതാക്കളുമായിട്ടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അങ്ങ്. കശുവണ്ടി കോർപ്പറേഷൻ കേസ് സംബന്ധിച്ച് LDF ഭരിക്കുമ്പോൾ പോലും താങ്കളെ സംരക്ഷിച്ചു എന്നൊരു ആരോപണം ഒരു ഭാഗത്തുണ്ട്. ഒരു പുകമറ പോലെ ആ കേസുമുണ്ട്. അപ്പം ആ കേസിനെ കുറിച്ച് അങ്ങക്ക് എന്താ പറയാനുള്ളത്? അല്ല സേതുലക്ഷ്മി, ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ പൊതുരംഗത്ത് നിൽക്കുന്നത് 54 വർഷം കൊണ്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ കേസ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന INTUCയുടെ സംസ്ഥാന പ്രസിഡന്റായി സുരേഷ് ബാബു എന്ന് പറഞ്ഞ കൊല്ലം ജില്ലാ പ്രസിഡന്റായിരിക്കുമ്പോൾ അദ്ദേഹത്തെ VP മരക്കാർ പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അതിനുശേഷം അദ്ദേഹത്തിനെ സംസ്ഥാന INTUC പ്രസിഡന്റായ ചരിത്രമൊക്കെ അദ്ദേഹത്തിന് ചിലപ്പോൾ ഓർമ്മ കാണുമായിരിക്കും. എന്തായാലും അതിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ആഫീസിലായ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്ത ഒരു സാധാരണക്കാരൻ കൃത്യമായി INTUCയുടെ രണ്ടാമതൊരു യൂണിയൻ വേണം എന്ന് പറഞ്ഞ് കാർഷിക കോർപ്പറേഷൻ ഉണ്ടാക്കിയ പരാതി, ഞാൻ ചെയർമാൻ ആകുന്നതിന് മുമ്പുള്ള പരാതിയാണ്. അന്ന് സത്യശീലൻ പ്രസിഡൻ്റായിട്ടുള്ള ഒരു യൂണിയനാണ് INTUC. അതിൻ്റെ പ്രതിനിധി ബോർഡിലുമുണ്ട്. ആ പരാതി ഇങ്ങനെ കൊണ്ടുപോയി അന്ന് ചില ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം കൂടി പിന്തുണച്ച് ഇങ്ങനെ ഒരു കേസ്. എൻ്റെ സമയത്ത് കേരള ഹൈക്കോടതി ഒരു ഉത്തരവിടുന്നത് 10 വർഷക്കാലത്തെ പരിശോധിക്കാനാണ്. ഞാനതിലൊരു 3.5 വർഷക്കാലം മാത്രമാണ് ഈ കോർപ്പറേഷൻ്റെ ചെയർമാനായിരുന്നത്. ഞാൻ കൊല്ലം ജില്ലക്കാരനാണല്ലോ, സ്വാഭാവികമായിട്ടും കൊല്ലത്തെ ഒരു കോർപ്പറേഷൻ്റെ ചെയർമാനാവുക, കശുവണ്ടി തൊഴിലാളിക്ക് പരമാവധി ജോലി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് എനിക്ക് തന്നിട്ടുള്ള നിർദ്ദേശം എൻ്റെ ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടിയും PK കുഞ്ഞാലിക്കുട്ടിയും. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സമയമാണ് ഞാൻ ഉത്തരവാദിത്വം വഹിക്കേണ്ടത്. ഞാൻ 1 ടൺ തോട്ടണ്ടി പോലും വിദേശത്തുനിന്ന് ഞാൻ ചെയർമാനായിട്ടിരിക്കുമ്പോൾ ഇറക്കുമതി ചെയ്തിട്ടില്ല. മാധ്യമങ്ങൾ കൊടുക്കുന്നെന്താ, കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിലെ പ്രതി ചന്ദ്രശേഖരൻ എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ടാർഗറ്റായി അനാവശ്യമായി ചില മാധ്യമങ്ങൾ ഊതി പെരുപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കേസാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് പരിശോധിച്ച് നിരവധി പരിശോധനകൾ നടന്നു. കോടതികൾ പരിശോധിച്ചു, CBI പരിശോധിച്ചു, വിജിലൻസ് പരിശോധിച്ച് കേസെടുത്തു. ആ കേസ് കോടതി തന്നെ തള്ളിക്കളഞ്ഞു. ഇതെന്തിനാണ് ഇങ്ങനെ ഇത് പറയുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഒരു വ്യക്തി, അതായത് ഒരു പാർട്ടിക്ക് പരാതിയില്ല, ഒരു യൂണിയന് പരാതിയില്ല, കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് പരാതിയില്ല. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗത്തിന് വേണ്ടി എനിക്കെതിരെ പരാതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത് കോൺഗ്രസിനകത്തെ അന്നുണ്ടായിരുന്ന ചില തൽപര കക്ഷികളുടെ താല്പര്യപ്രകാരമാണ്. ഞാനതിൽ 100% നിരപരാധിയാണ്. മാത്രമല്ല കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K. സുധാകരൻ
അതിനു മുമ്പ് ഞാൻ എല്ലാവർക്കും എഴുതി കൊടുക്കും. ഒരു ചെയർമാനായി എന്നെ നിയമിച്ച പാർട്ടി എൻ്റെ പേരിൽ ഒരു ആരോപണം വന്നാൽ പാർട്ടി അന്വേഷിക്കണമെന്ന് എഴുതി കൊടുക്കുന്ന ആളാണ് ഞാൻ. ഈ കൊല്ലം DCC പ്രസിഡന്റ് തന്നെ INTUC ശ്രീ രാജേന്ദ്ര പ്രസാദിന് ഒരു കത്ത് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഈ വ്യക്തിക്ക് എന്തെങ്കിലും തെളിവുകൾ നൽകാനുണ്ടെങ്കിൽ തരണം, ആവശ്യപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണം. അദ്ദേഹം ആരാണെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഈ പാർട്ടിയായിട്ട് ഒരു ബന്ധമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗമാണ്. സുഖലോലുപനായി അദ്ദേഹം കഴിയുകയാണ്. ഈ പരാതി കൊടുക്കുമ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും. ഇതൊക്കെ ഒരു പൊതുപ്രവർത്തകർ K. കരുണാകരനെതിരായിട്ട് എത്രയോ കേസുകളുണ്ട്. ഏതെല്ലാം ഭരണാധികാരികൾക്കെതിരായിട്ട് കേസുണ്ടായിട്ടുണ്ട്. ഇപ്പോഴുള്ള പാർട്ടി നേതാക്കന്മാർക്കും ഭരണാധികാരികൾക്കുമെതിരെ എത്രയോ കേസുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള പാർട്ടിക്കകത്ത് ഇതുപോലുള്ള അപശകനുകൾ ഉണ്ടായാൽ കർശനമായി നിയന്ത്രിക്കാൻ ഈ പാർട്ടിക്ക് കഴിയണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വരുന്നവർ അവരുടെ ജീവിതം മുഴുവൻ ഇത് പേറിക്കൊണ്ട് നടക്കേണ്ടി വരുന്ന സ്ഥിതിയാണ്. ദയനീയമാണ്. കഷ്ടമായ ഒരു നിലപാടാണ് ഒരു വ്യക്തി മാത്രമായി കേസ് കൊണ്ടുവന്നത്. വ്യക്തമാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ഈ കുറേ നാളിന് ശേഷം ഈ ഒരു വിഷയം ഇത്രയും കാര്യമായിട്ട് പറയുന്നതും ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ വിഷയത്തിൽ. ശ്രീ ചന്ദ്രശേഖരൻ, ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പം ഈ തിരഞ്ഞെടുപ്പ് കാലമാണല്ലോ, ഞാൻ നേരത്തെയും ചോദിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കാലമാണ്. ഇപ്പം 2014 കൊല്ലം ലോക്സഭ നോക്കാൻ അങ്ങേ ഏൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അങ്ങ് അവിടേക്ക് വരുന്നു എന്ന ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിലാണ് അവിടെ NK പ്രേമചന്ദ്രൻ വരുന്നത്. അതിനുശേഷം കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കാൻ പറയുന്നു. അപ്പോഴേക്കും ഐഷ പോറ്റി വരുന്നു. ഇപ്പോൾ അങ്ങയുടെ പേര് ഈ ചാത്തന്നൂരും കൊല്ലത്തും ചടയമംഗലത്തും ഒക്കെ പരിഗണിക്കുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നു. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ R. ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, ഇതൊരു എൻ്റെ പാർട്ടി, ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കുടുംബപരമായി വളരെ കാലങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രം. ഞാൻ ലോകം മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാൻ ILOയുടെ ഗവേണിംഗ് ബോഡിയിൽ 7 വർഷക്കാലം എലക്റ്റഡ് മെമ്പറായിരുന്ന ഒരാളാണ്. മലയാളിയായി ആദ്യമായിട്ടാണ് അതിൽ പോകുന്നത്. UN-ൻ്റെ ഐക്യരാഷ്ട്രസഭയുടെ 1.5 വർഷക്കാലം ഇന്ത്യ കൺവീനറായി മില്ലേനിയം ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ പേപ്പർ ഡോക്യുമെൻ്റ് ഉണ്ടാക്കിയ ആളാണ്. അത് ഞാൻ UN-ൽ ഞാൻ പറഞ്ഞത്, ഒരു പാർലമെൻറ്റ് സീറ്റ് 2009 മുതൽ, അതായത് ബഹുമാന്യ ശ്രീ KC രാജനും ശിവനാട് രാജശേഖരനും പരാജയപ്പെട്ടതിന് ശേഷം 2009 മുതൽ അങ്ങനെയൊക്കെ പരിഗണനകൾ പലപ്പോഴും വന്നിട്ടുണ്ട്. 2014 ശ്രീമതി സോണിയാഗാന്ധി പങ്കെടുത്ത് 1975 ശേഷം കൊല്ലത്ത് നടന്ന INTUC സംസ്ഥാന റാലി ചരിത്രപരമായ ഒരു വലിയ നേട്ടമായിരുന്നു. ശ്രീമതി സോണിയാഗാന്ധി തന്നെ എന്നോട് ചോദിച്ചു, ഹൗ കുഡ് യു ഓർഗനൈസ് സച്ച് എ ബിഗ് പ്രോഗ്രാം, ഹൗ മെനി ഫ്ലാഗ്സ്, ഐ ആം സർപ്രൈസ് ടു സീ ദാറ്റ് എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ ഇവിടെ പല സാഹചര്യങ്ങൾ വരുന്നു. LDFൽ നിൽക്കുന്നവർ UDFിലേക്ക് വരുന്നു. അത് ഒരു ജീവിതകാലം മുഴുവൻ LDFിൽ നിൽക്കുന്ന ഒരു UDF വരുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുന്നു, നമ്മളവരെ കൊണ്ടു കിടക്കുന്നു. അങ്ങനെ ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു പരാതിയില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക്, INTUC പോലുള്ള തൊഴിലാളി സംഘടനയ്ക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തകന്മാർക്ക്, എനിക്ക് എൻ്റെ കാര്യം മാത്രമല്ലല്ലോ, കേരളത്തിൽ 14 ജില്ലകളിലും സജീവമായി നിൽക്കുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുള്ള ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഈ പ്രസ്ഥാനത്തിന് പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ ഈ കൊല്ലം ജില്ലയിൽ ഇപ്പം പാർലമെൻറ്റ് സീറ്റ് തരുമെന്ന് പ്രതീക്ഷിക്കുക, അതൊന്നും തെറ്റല്ലല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്താണെന്ന് കോൺഗ്രസ് തീരുമാനിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, നിലപാട് വ്യക്തമാണ്. ശ്രീ R. ചന്ദ്രശേഖരൻ, അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ഇത്രയും സമയം പങ്കിട്ടതിന്, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. പറഞ്ഞതുപോലെ തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഉടൻ തന്നെ വരുമെന്ന് കേൾക്കുന്നു. മറ്റ് മുന്നണികളെക്കാളും മുന്നേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന് അറിയുന്നു. അതിൽ ഈ 1ാമത്തെയോ 2ാമത്തെയോ ഒക്കെ പട്ടികയിൽ ഒരു പേരുകാരനായിട്ട് അങ്ങേയും കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും അങ്ങക്ക്. ഇന്നൊരു നല്ല ദിവസം കൂടി ആവട്ടെ. നന്നായി. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. തൊഴിലാളി പ്രസ്ഥാനത്തിനെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. വിപ്ലവകരമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഈ നാട്ടിൽ തൊഴിലാളികളെ മറ്റൊരു വിധത്തിലേക്ക് നയിച്ചവർക്കെല്ലാം ഈ കാലഘട്ടത്തിൻ്റെ മാറ്റം ഒരു വലിയ വെല്ലുവിളിയായി തൊഴിലാളികളോടൊപ്പം ചേർന്ന് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ന്യൂസ് മലയാളത്തിന് എൻ്റെ അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച്.